നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദർബാന്ത് വാലിയിലാണ്. നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞപ്പോൾ പലരും വന്ന് നമ്മളെ പരിചയപ്പെടുന്നുണ്ട്. ഞങ്ങളങ്ങനെ കുറച്ചുകൂടി മുകളിലോട്ട് കയറാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊക്കത്തിലെല്ലാം കാണുന്ന ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളാണ്. اسپانسر این برنامه سالن زیبایی سارا یاری. നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ട പോലെ തന്നെ ഇവിടെയും വ്യത്യസ്തമായിട്ടുള്ള ഡൈനിങ് ഏരിയാസൊക്കെ കാണാം. On the day when we all came, we sat there and we took the food. That area. നമ്മുടെ കൂടെയുള്ള സുന്ദരൻ സാറാണ്. സാർ നമ്മളോട് പറയുന്നത് കഴിഞ്ഞ തവണ ഇവരിവിടെ വന്നപ്പോൾ ഈ ഒരു ഭാഗത്തിരുന്നാണ് ഫുഡ് കഴിച്ചത് എന്നാണ്. You can go like this and go up. ഞങ്ങളങ്ങനെ ഒരു പേർഷ്യൻ വിഭവം ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ ഫുഡൊക്കെ റെഡിയാക്കുന്നത് ഒരു കുട്ടിയാണ്. ഇത് നൂഡിൽസിൻ്റെ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവം. Onion. ആശിനിസ്റ്റെ എന്നാണ് ഈ ഒരു വിഭവത്തിൻ്റെ പേര്. കുറച്ച് പുളിയും കുറച്ച് മധുരവും എല്ലാം ഉള്ളൊരു വിഭവം. വളരെ വ്യത്യസ്തമായി തോന്നി. സമയം 6 മണി ആറായിട്ടുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റിലായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടമെല്ലാം കാണാം.
സമയം വൈകുന്നേരം ആയതോടുകൂടി ഇവിടെയെല്ലാം പന്തങ്ങളൊക്കെ കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് അകറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി പറയാം. ഇവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. ചൂട് സമയത്ത് 36 ഡിഗ്രി വരെയും തണുപ്പ് സമയത്ത് -20 വരെയുമാണ് ടെമ്പറേച്ചർ. ഇപ്പം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്. അതാണ് എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. രാത്രി ആകുന്തോറും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. എന്താണെന്ന് വെച്ചാൽ രാത്രിയിലുള്ള കാഴ്ച വളരെ ഭംഗിയുള്ളതാണ്. എല്ലാ ലൈറ്റുകളും എല്ലാം തെളിച്ച് ഭയങ്കര രസമുള്ള കാഴ്ചയാണത്. ഇന്ത്യക്കാരിവിടെ വരുന്നതിനോട് ഇവർക്ക് താല്പര്യമുള്ളൂ. പക്ഷേ വീഡിയോ എടുക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവർ പല ആംഗിളും കാണിക്കും. അതൊക്കെ സഹിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് രേഖപ്പെടുത്തുക. നല്ലൊരു കയറ്റം കയറിയാണ് ഞങ്ങൾ മുകളിൽ വരെ ചെന്നത്. ഏകദേശം 2 കിലോമീറ്ററോളം നടന്നിട്ടുണ്ട്. അതേ കയറ്റം തന്നെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. That girl was waving her hand towards your camera. ഈ സൈഡുകളിലെല്ലാം ബുക്കൊക്കെ വെച്ചിരിക്കുന്ന കാണാം. അതുപോലെ പല പല കളർ ബലൂൺസൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കരിങ്കല്ലുകൾ പാകിയ തറയിലൂടെ ഞങ്ങൾ തിരിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് ഈ ദർബാൻ വാലിയിലെ കാഴ്ച. ഇനി ഏതെങ്കിലും ഒരു വർഷം ഇതുപോലെ തന്നെ ഈ ദർബാൻ വാലിയിൽ വന്ന് ഇതുപോലത്തെ ഭംഗിയുള്ള മനോഹരമായ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും എന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഈ മലയിറങ്ങി താഴെ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ഏതെങ്കിലും ടാക്സി എടുത്ത് നമുക്ക് താജ്റിഷ് ബാസാറിൻ്റെ ഭാഗത്തേക്ക് പോകണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. താജ്റിഷ് ബാസാറിൻ്റെ അകത്തെ കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആരും കാണാൻ മറക്കരുത്. Obserwowałeś wykłady.
saw that.